ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ സ്പാനിഷ് ഓംലെറ്റ് ഞാനും ഉണ്ടാക്കി നോക്കി. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അത് ചൂടാകുന്ന നേരം കൊണ്ട് പീലർ വെച്ച് ഇങ്ങനെ പൊട്ടറ്റോ പീൽ ചെയ്തെടുക്കണം. കണ്ടോ, നല്ല കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് കിട്ടും. എണ്ണ ചൂടാകുമ്പോൾ അത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പീൽ ചെയ്ത കഷ്ണങ്ങൾ, പൊട്ടറ്റോ പീസസ് നമ്മൾ നിരത്തി വെക്കണം പാനിൽ. സത്യത്തിൽ ഇത്രയും അത് ആ പാനിൻ്റെ ബോട്ടം കവർ ചെയ്യുന്ന അത്രയും മതി. പിന്നെ എനിക്ക് പൊട്ടറ്റോ കളയാൻ മടിയായിരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഫുൾ പൊട്ടറ്റോയും ചീകി അതിനകത്ത് ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് അത് തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം പൊട്ടറ്റോ. അത് മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് 2 മുട്ട, ഉപ്പ്, കുരുമുളക് ഇത്ര അടിച്ചു വെക്കാം. അതിലോട്ട് സവോളയും പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്തു. ക്യാപ്സിക്കവും ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഇത്രയേ ചേർത്തുള്ളൂ. ഇടയ്ക്ക് ഞാൻ പൊട്ടറ്റോ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേയേറെ പൊട്ടറ്റോ ഇട്ടത് കൊണ്ടാണ് ഇത് മൂക്കാൻ ഇത്രയും താമസിച്ചത്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ട, സബോളയും പച്ചമുളകൊക്കെ ഇട്ട് അടിച്ചു വെച്ച മുട്ട ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അത് പയ്യെ തിരിച്ചിടുക. ഞാൻ ഇത്ര അധികം പൊട്ടറ്റോ ഇട്ടത് കൊണ്ട് കുറച്ച് പ്രാവശ്യം ഞാൻ തിരിച്ചും മറിച്ചും ഇടുന്നുണ്ട് വേവിക്കാൻ. ഇനി അതിലോട്ട് 2 ചീസ് സ്ലൈസസ് വെക്കുക, മടക്കിയെടുക്കുക. മുട്ട ഇങ്ങനെ 2ആയിട്ട് മടക്കുക. ഇതാണ് സ്പാനിഷ് ഓംലെറ്റ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ടത് വെന്തിട്ടുണ്ട്, മുട്ടയും പൊട്ടറ്റോ സ്ലൈസസ് എല്ലാം. ഞാൻ ഇന്നതൊരു ചീസ് ടോസ്റ്റിൻ്റെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.